ഇനി നമുക്ക് ഒരു പോർക്ക് ഉണ്ടാക്കിയാലോ. ആദ്യം നമ്മൾ കഴുകി വൃത്തിയാക്കിയ പോർക്കിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കണം. നമ്മൾ മിനിമം 8 വിസിലെങ്കിലും അടിക്കണം. ഇത് മൂത്തതായതുകൊണ്ട് മാത്രമാണ് 8 വിസിലടിക്കുന്നത്. മൂത്തതല്ലെങ്കിൽ നമ്മൾ അത്ര അടിക്കേണ്ട ആവശ്യമില്ല. ഭയങ്കരമായിട്ട് വെന്ത് പോകും. വെന്ത് പോയാൽ അതിൻ്റെ ടേസ്റ്റ് തന്നെ മാറാനുള്ള ചാൻസ് ഉണ്ട്. അതൊന്ന് വെന്ത് വരുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഉള്ളി ഒന്ന് വഴറ്റിയെടുക്കണം. ഉള്ളി നന്നായിട്ട് വഴണ്ട് വന്നതിന് ശേഷം നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, കുറച്ച് ചിക്കൻ മസാല, പിന്നെ ഗരം മസാല ഇല്ലാത്തതുകൊണ്ടാണ് നമ്മളിവിടെ ചിക്കൻ മസാല ചേർത്ത് കൊടുത്തത്. പിന്നെ നമ്മൾ ആവശ്യത്തിന് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കണം. ഇത് നമ്മൾ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് വഴണ്ട് വരുമ്പോഴത്തേക്ക് നമ്മൾ കുറച്ച് തക്കാളി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു ഇച്ചിരി മതിയാകും. ഇനി നമ്മളിതിലേക്ക് വെന്ത് വന്ന പോർക്ക് ആ വെള്ളത്തോടെ തന്നെ ചേർത്ത് കൊടുക്കണം. കണ്ടോ, ഇത് 8 വിസിലടിച്ചിട്ടും ആവശ്യത്തിന് മാത്രമേ വെന്തിട്ടുള്ളൂ. അപ്പോൾ ഈ ഒരു പരുവത്തിൽ നല്ല കറക്റ്റായിട്ട് വെന്ത് കിട്ടിയാൽ മാത്രമേ നല്ല ടേസ്റ്റ് ഉണ്ടാകുള്ളൂ. അപ്പോൾ കുക്കറിൽ എത്ര വിസിലടിക്കണം എന്നുള്ളത് ആ പോർക്കിനെ നോക്കിയിട്ട് മാത്രം ചെയ്യുക. ഇതൊന്ന് നന്നായിട്ട് കുറുകി വരുമ്പോഴത്തേക്ക് നമ്മൾ ആവശ്യത്തിന് വെളുത്തുള്ളി ചേർത്ത് കൊടുക്കണം. നല്ല രീതിയിൽ തന്നെ ചേർത്ത് കൊടുത്താലാണ് കുറച്ചധികം ടേസ്റ്റ് ഉണ്ടാവുക. അത് അവിടെ നിന്ന് സെറ്റാകുമ്പോഴത്തേക്ക് നമ്മൾ ഉള്ളിയും തേങ്ങാക്കൊത്തും ഒന്ന് വഴറ്റിയെടുക്കാം. ഇച്ചിരി കരിഞ്ഞിട്ടുണ്ട്, അപ്പോൾ വഴറ്റുമ്പം ശ്രദ്ധിക്കുക. ഇനി നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമ്മളിനി ഈ പോർക്കിലേക്ക് ആ വഴറ്റി വെച്ച ഉള്ളിയും തേങ്ങാക്കൊത്തും ഒന്ന് ചേർത്ത് കൊടുക്കുക. അപ്പോൾ നല്ല അടിപൊളി നാടൻ രീതിയിലുള്ള പോർക്ക് റെഡി ആയിട്ടുണ്ട്. ട്രൈ ചെയ്യാത്തവരാണെങ്കിൽ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബൈ.